ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ പല വിധത്തിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ചിലപ്പോൾ അത് തെരുവുകളിലെ പ്രകടനമാവാം, മറ്റു ചിലപ്പോൾ നീണ്ട നിയമ പോരാട്ടങ്ങളാകാം. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ പരിഹാസവും ആക്ഷേപഹാസ്യവും ഭരണകൂടങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള എത്രത്തോളം ശക്തമായ ആയുധങ്ങളായി മാറാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുറച്ചു ദിവസങ്ങളായി രാജ്യം ചർച്ച ചെയ്യുന്ന CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ തലവനിൽ നിന്നുണ്ടായ ഒരു വിവാദ പരാമർശത്തെ തുടർന്നാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. വെറും ഒരു തമാശയായി തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പതിനായിരക്കണക്കിന് യുവാക്കളെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ആകർഷിച്ച ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറുകയായിരുന്നു. ഇന്ത്യൻ യുവാക്കളുടെയും തൊഴിലില്ലായ്മയും അവരുടെ ആഴത്തിലുള്ള ആശങ്കകളെയും കൃത്യമായി അഭിസംബോധന ചെയ്യുന്ന ഒന്നായി ഈ പരിഹാസ പാർട്ടി മാറിയിരിക്കുന്നു. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2026 മെയ് 15 സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ വാദത്തിനിടയിലാണ്. രാജ്യത്തെ വ്യാജ നിയമ ബിരുദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ചില പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. രാജ്യത്തെ യുവാക്കളിൽ ഒരു വലിയ വിഭാഗത്തെ അദ്ദേഹം പ്രാണികളായ പാറ്റകളോട് ഉപമിച്ചു എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാന ആക്ഷേപം. സമൂഹത്തിൽ ഒരു ജോലിയും ലഭിക്കാതെ ഒരു മേഖലയിലും ഇടം കണ്ടെത്താൻ സാധിക്കാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെ പെറ്റുപെരുകയിരിക്കുകയാണ് എന്നും അവരിൽ ചിലർ പിന്നീട് മാധ്യമ പ്രവർത്തകരായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായും വിവരാവകാശ പ്രവർത്തകരായും മാറിയെന്നും വ്യവസ്ഥകളെയും മറ്റും ആക്രമിക്കാൻ തുടങ്ങുകയാണ് എന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയുണ്ടായി. നീതിയുടെയും സമത്വത്തിന്റെയും കാവലാളാവേണ്ട സുപ്രീം കോടതിയുടെ അമരക്കാരനിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് കേൾക്കേണ്ടി വന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ രഹിതരായ യുവാക്കളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. കടുത്ത മത്സര പരീക്ഷകൾ എഴുതിയും കഠിനാധ്വാനം ചെയ്തിട്ടും യോഗ്യമായ ജോലി ലഭിക്കാതെ പോകുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് എന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടിയിരിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ പ്രധാന ആയുധങ്ങളായ വിവരാവകാശ നിയമത്തെയും സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളെയും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അപമാനിക്കപ്പെട്ട ഈ യുവാക്കൾ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്താൻ തിരഞ്ഞെടുത്തത് വളരെ കൗതുകകരവും വ്യത്യസ്തവുമായ ഒരു പ്രതിരോധ മാർഗമായിരുന്നു. തങ്ങൾക്കെതിരെ ഉണ്ടായ അവഹേളനത്തെ അവർ ആയുധമാക്കി മാറ്റി. എങ്ങനെ? ഔദ്യോഗിക സംഘടനയായിട്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശം പുറത്തു വന്ന് 24 മണിക്കൂറിനകം തന്നെ, അതായത് മെയ് 16 സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ജന്മമെടുത്തു. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററും രാഷ്ട്രീയ നിരീക്ഷകരുമായ അഭിജിത്ത് ദീപ്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഔദ്യോഗിക പേജ് എക്സ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചത്. തന്നെ പാർട്ടിയുടെ ഫൗണ്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അധികാരികളുടെ ആക്ഷേപത്തെ അതേപടി ഏറ്റുവാങ്ങി അതിനെ ഒരു ബഹുമതി മുദ്ര അഥവാ ബാഡ്ജ് പോലെ ധരിക്കാനാണ് അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തത്. ഇതിനായി ഒരു പ്രത്യേക വെബ്സൈറ്റും അവർ നിലവിൽ വരുത്തി. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന ടാഗ് ലൈനിലൂടെ ഈ പ്ലാറ്റ്ഫോം രംഗത്ത് വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. വെറും 24 മണിക്കൂറുകൾക്കുള്ളിൽ 15,000-ലധികം ആളുകൾ അവരുടെ എക്സ് പേജ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ഈ വ്യാജ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ തങ്ങൾ അംഗങ്ങളായി എന്ന് പ്രഖ്യാപിച്ച് 25,000-ലധികം ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. ജനാധിപത്യ വ്യവസ്ഥിതി തങ്ങളെ എണ്ണാൻ മറന്നുപോയെന്നും തങ്ങൾ സ്പോൺസർമാരില്ലാത്ത ഒരു വലിയ കൂട്ടമാണെന്നും ഈ പാർട്ടി അവകാശപ്പെടുന്നു. ഭരണഘടനയോട് പൂർണ്ണമായ ആദരവ് പുലർത്തുന്നവരാണ് തങ്ങളെന്നും തങ്ങളെ സാമൂഹിക വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള മറുപടിയുമായി അന്ന് അവർ ജനകീയ പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയുടെ സ്ഥാപകൻ വ്യക്തമാക്കിയിരുന്നു. ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി CJP മുന്നോട്ട് വെച്ച അംഗത്വ മാനദണ്ഡങ്ങൾ വളരെ രസകരവും അതേസമയം ചിന്ത ഉണർത്തുന്ന തരത്തിലുമുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ യോഗ്യത എന്നത് തൊഴിലില്ലാത്തവരായിരിക്കണം എന്നതാണ്. അത് സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ജോലിയില്ലാത്ത ആളുകൾക്കാണ് ഇതിൽ മുൻഗണന. രണ്ടാമത്തേത് ശരീരം കൊണ്ട് മാത്രം മടിയന്മാരായിരിക്കണം, എന്നാൽ തലച്ചോർ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നതായിരുന്നു. മൂന്നാമത്തെ മാനദണ്ഡം എന്നത് ദിവസങ്ങളിൽ കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ സജീവമായിരിക്കണം എന്നതാണ്. നാലാമത്തേത് സമൂഹത്തിൽ കൃത്യമായി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കടുത്ത ഭാഷയിൽ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നവരും ആയിരിക്കണം. മേൽപ്പറയപ്പെട്ട യോഗ്യതകൾ ഒറ്റ നോട്ടത്തിൽ തമാശയായി തോന്നിയുമെങ്കിലും അവ സമകാലിക ഇന്ത്യൻ യുവാക്കളിൽ വലിയ തരത്തിലുള്ള അവസ്ഥയാണ് പ്രതിപാദിക്കുന്നത്. ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ യുവതലമുറ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഇന്റർനെറ്റ് ലോകത്തെ അവരുടെ അമിത സാന്നിധ്യവും വ്യവസ്ഥകളോടുള്ള അവരുടെ വിയോജിപ്പും ഈ മാനദണ്ഡങ്ങളിൽ കൃത്യമായി നിയലിച്ചു കാണാം. ജാതിയോ മതമോ ലിംഗഭേദമോ നോക്കാതെ ആർക്കും തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാകാം എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നിലവിലെ പരമ്പരാഗത രാഷ്ട്രീയ വ്യവസ്ഥിതികളോടുള്ള കടുത്ത വിയോജിപ്പും ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മയിൽ കാണാം.
ഇതിനോടകം തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ കോക്രോച്ച് പാർട്ടിയാണ്, നമ്മൾ കത്തുന്ന ഒരു നഗരത്തിന്റെ കുട്ടികളാണ് എന്ന രീതിയിലുള്ള ഒരു പാർട്ടി ഗാനവും ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ യുവാക്കളിൽ നിന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല CJPയുടെ വളർച്ച എന്നത്. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും കൂടി ഈ കൂട്ടായ്മയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെ സംഭവം കൂടുതൽ ഗൗരവമുള്ള ചർച്ചയായി മാറുകയായിരുന്നു. ഈ കൂട്ടായ്മ എന്നത് കേവലം ഒരു ഓൺലൈൻ ട്രോൾ പേജ് മാത്രമായിരുന്നില്ല, മറിച്ച് അവർ കൃത്യമായ രാഷ്ട്രീയ ആവശ്യങ്ങൾ അടങ്ങിയ 5 തത്വങ്ങളുടെ ഒരു പ്രകടന പത്രിക, ഒരു മാനിഫെസ്റ്റോ തന്നെ പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഒന്നാമത്തെ ആവശ്യം എന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിക്കുന്ന ആർക്കും തന്നെ അതിനുശേഷമുള്ള പ്രതിഫലം എന്നോണം രാജ്യസഭാ സീറ്റുകളോ മറ്റു പദവികളോ സർക്കാർ നൽകാൻ പാടില്ല എന്നതാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ് എന്നും അവർ വാദിക്കുന്നു. രണ്ടാമതായി, രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരന്റെ യഥാർത്ഥ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ അതിന് ഉത്തരവാദിയായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പൗരന്റെ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭീകരവാദത്തിന് തുല്യമാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ ആവശ്യം, പാർലമെന്റിലും ക്യാബിനറ്റിലും പദവികളിലും സ്ത്രീകൾക്ക് 33% മറിച്ച് കൃത്യമായി 50% സംവരണം നൽകണമെന്നതാണ്. നാലാമതായി, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഉറപ്പാക്കണമെന്നും ഭരണകൂട ആനുകൂല്യ മാധ്യമ പ്രവർത്തകരുടെ ഒരു ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെടും. അഞ്ചാമത്തെ ആവശ്യം എന്ന് പറയുന്നത് വളരെ കൗതുകം നിറഞ്ഞൊരു ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിജയിച്ച ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് യാതൊരു പൊതു പദവികൾ വഹിക്കാനും അനുവദിക്കരുതെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നുമാണ്. രാജ്യത്തെ ജനാധിപത്യ തകർച്ചയ്ക്കെതിരെയുള്ള കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഈ പാർട്ടി പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഒരു പാർട്ടിയുടെ ആവശ്യകത വളർന്നു വരുന്ന സമൂഹത്തിൽ ന്യൂജൻ ജെൻസികൾക്കിടയിൽ എത്രമാത്രം തരംഗമുണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. Waytonikah.com, the exclusive Muslim matrimonial site.